ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ സ്റ്റോയിസിസം എന്താണ് പഠിപ്പിക്കുന്നത്. മനസ്സിനെ ജയിച്ച് ജീവിതം നമുക്ക് വിജയമാക്കാം. ജീവിതത്തിൽ ചിലർ എന്തുകൊണ്ട് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ശാന്തമായി നിൽക്കുന്നു, മറ്റു ചിലർ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ തകർന്നു പോകുന്നു. ഈ ചോദ്യത്തിനുള്ള മറുപടി ഒരു പഴയ തത്വചിന്തയിലാണ്. അതാണ് സ്റ്റോയിസിസം. പുരാതന ഗ്രീസിൽ ആരംഭിച്ച് പിന്നീട് മഹാന്മാരായ ചിന്തകരായ മാർക്യൂസ് ഓറലിയസ്, എപ്പിക്ടെറ്റസ്, സെനിക്ക എന്നിവർ പിന്തുടർന്ന ഈ തത്വചിന്ത ഇന്ന് വരെ ലോകമെമ്പാടും ആളുകൾക്ക് ജീവിതം മാറ്റാൻ സഹായിക്കുന്നു. ഇത് വെറും ഒരു തത്വചിന്തയല്ല, ജീവിതം എങ്ങനെ ശക്തമായി, ശാന്തമായി, അർത്ഥവത്തായി നയിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു മാർഗമാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, സ്റ്റോയിസിസം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട്, നമുക്ക് നിയന്ത്രിക്കാനാകുന്നതിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. സ്റ്റോയിസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്. ചില കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം, ചിലത് കഴിയില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് നിയന്ത്രിക്കാനാവില്ല. നമ്മുടെ കഴിഞ്ഞ കാലം മാറ്റാനാവില്ല. അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഒഴിവാക്കാനാവില്ല. പക്ഷേ നമ്മുടെ ചിന്തകൾ, പ്രവർത്തികൾ, പ്രതികരണങ്ങൾ ഇവയെ നമുക്ക് നിയന്ത്രിക്കാം. അതുകൊണ്ട് നിയന്ത്രിക്കാനാകാത്ത കാര്യങ്ങളിൽ സമയം കളയാതിരിക്കാൻ പഠിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ശക്തരാകുന്നു. രണ്ടാമതായി പറയുന്നത്, മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. സ്റ്റോയിസിസം പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത് പുറത്തു നിന്ന് വരുന്നതല്ല, അത് നമ്മുടെ മനസ്സിലാണ്. ഒരു പ്രശ്നം രണ്ട് ആളുകൾ നേരിടുമ്പോൾ അതിൽ ഒരാൾ തകരുന്നു, മറ്റൊരാൾ വളരുന്നു. എന്തുകൊണ്ട്? അവരുടെ ചിന്താഗതിയാണ് വ്യത്യാസം. മാർക്യൂസ് ഓറലിയസ് പറഞ്ഞതുപോലെ, നിൻ്റെ ജീവിതത്തിലെ സന്തോഷം നിൻ്റെ ചിന്തകളുടെ ഗുണമേന്മയിൽ ആശ്രയിച്ചിരിക്കുന്നു. മൂന്നാമതായി, തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റുക. ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ സ്റ്റോയിസിസം പറയുന്നത്, പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതില്ല, അവയെ ഉപയോഗിക്കണം. ഓരോ തടസ്സവും നമ്മെ കൂടുതൽ ശക്തനാക്കാനുള്ള അവസരമാണ്. ഇത് എനിക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കാതെ, ഇത് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കൂ. നാലാമത്തത്, വികാരങ്ങളെ നിയന്ത്രിക്കുക. സ്റ്റോയിസിസം പറയുന്നത് വികാരങ്ങൾ ഇല്ലാതാക്കുക എന്നല്ല, പക്ഷേ വികാരങ്ങൾ നമ്മെ നിയന്ത്രിക്കാതിരിക്കണം. അതായത് കോപം, ഭയം, അസൂയ ഇവ നമ്മെ നശിപ്പിക്കാൻ കഴിയും. പക്ഷെ നമുക്ക് ഒരു നിമിഷം നിൽക്കാൻ കഴിഞ്ഞാൽ, ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശക്തരാകും.
അഞ്ചാമത്തെ സ്റ്റോയിസിസം പറയും ജീവിതം വളരെ ചെറുതാണ് എന്ന് നമ്മളെല്ലാവരും ഓർക്കുക. സ്റ്റോയിസിസം നമ്മെ ഒരു സത്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ജീവിതം താൽക്കാലികമാണ്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് നമ്മെ ബോധ്യപ്പെടുത്താനാണ്. സമയം കുറവാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സമയം കളയില്ല. നമ്മൾ ആ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. 6. ധർമ്മത്തോടെ ജീവിക്കുക. സ്റ്റോയിസിൻ്റെ കാഴ്ചപ്പാടിൽ വിജയം എന്നത് പണമല്ല, പ്രശസ്തിയുമല്ല. അതായത് ജ്ഞാനം, ധൈര്യം, നീതി, സ്വയം നിയന്ത്രണം. ഒരു നല്ല മനുഷ്യനായി ജീവിക്കുകയാണ് യഥാർത്ഥ വിജയം. അപ്പോൾ അതുകൊണ്ട് സ്റ്റോയിസിസം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തെ നമ്മൾ നിയന്ത്രിക്കാനാവില്ല, പക്ഷേ നമ്മൾക്ക് നിയന്ത്രിക്കാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ജീവിതം നിയന്ത്രിക്കാൻ കഴിയും. അടുത്ത തവണ ഒരു പ്രശ്നം വന്നാൽ ഒരു നിമിഷം നിൽക്കുക, ശ്വാസമെടുക്കുക. പിന്നീട് നിങ്ങൾ സ്വയം ചോദിക്കുക, ഇത് എൻ്റെ നിയന്ത്രണത്തിലാണോ? ഈ ഒരു ചോദ്യം മാത്രം നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. അപ്പം ഈ സ്റ്റോയിസിസം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്തെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പം ഇതുവരെ എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.